കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രിഗണോമെട്രിയുടെ ഡിസ്റ്റൻസ്, അതുപോലെ ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ഇത്രയും കാര്യങ്ങൾ കൂടെ നമുക്ക് ട്രിഗണോമെട്രിയിൽ ഫിനിഷ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ടോപ്പിക്സ് ജസ്റ്റ് വളരെ ടോപ്പിക്കായിട്ട് പറയാനായിട്ട് അതിന്റെ തിയറി ഒന്നും അധികം ഇല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓൾറെഡി ട്രിഗണോമെട്രിയുടെ ഐഡന്റിറ്റീസിൽ പഠിച്ച കാര്യങ്ങൾ, സൈൻ കോസ് ടാൻ ഇതിന്റെയൊക്കെ വാല്യൂസ് ഒക്കെ അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള, ഐഡന്റിറ്റീസിനെ ബേസ് ചെയ്തിട്ടുള്ള കണക്കുകൾ ചെയ്തിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഒക്കെ വരുന്ന രീതിയിലുള്ള കുറച്ച് ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് സർക്കിൾസിൽ നമുക്ക് പെൻഡിങ് വന്ന കുറച്ച് ഭാഗങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ ഗേൾ സ്റ്റാൻഡിങ് ഓൺ ദ ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് സീസ് ടു ബോട്ട്സ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ലൈറ്റ് ഹൗസ് അറ്റ് an angle of depression 30 degree and 60 degree respectively. The distance between the boats is 300 meters. Find the height of the lighthouse എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, നമുക്ക് ഡിസ്റ്റൻസ് ബേസ് ചെയ്തിട്ടുള്ള ഹൈറ്റ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ഫിഗർ നമുക്ക് വരച്ചു നോക്കണം. ഇവിടെ ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡ് ആണോ അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, അത് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് റഫ് ആയിട്ടൊരു ഫിഗർ വരച്ചു നോക്കാം. ഇവിടെ യെസ്, ഇതാണ് ആ ലൈറ്റ് ഹൗസ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് ആ ലൈറ്റ് ഹൗസ് എന്ന് വിചാരിക്കുക. ഈ ലൈറ്റ് ഹൗസിന്റെ ടോപ്പിലാണ് ആ ഗേൾ നിൽക്കുന്നത്. അപ്പൊ ആ ഗേളിന്റെ നോർമൽ ആ ഒരു സ്ട്രെയിറ്റ് വിഷൻ, നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ആ പോയിന്റ്, അതാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഇത് അവിടുത്തെ സീ ലെവൽ ആണെന്ന് വിചാരിക്കുക. അപ്പോ സീ ലെവലിൽ ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് സീ ലെവൽ. ഇവിടെ നിൽക്കുന്ന പെൺകുട്ടി ആദ്യത്തെ ബോട്ടിനെ കാണുന്നത് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി. അപ്പോ ആദ്യത്തെ ബോട്ട് ഇതാ ഇവിടെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, യെസ്, ഈ ഒരു പോയിന്റാണ് ആദ്യത്തെ ബോട്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ആ ബോട്ടിനെ ഈ പെൺകുട്ടി കാണുന്നത് 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ്. സോ ഈ ആംഗിൾ 30 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ബോട്ടിനെ അതേ കുട്ടി കാണുന്നത് 60 ഡിഗ്രി ഡിപ്രഷനിലാണ്. ഓക്കെ, അപ്പൊ അതിനെ ഞാൻ ഇങ്ങനെ എടുക്കാം. യെസ്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഇവിടെ. അപ്പൊ ഈ ഒരു ലാർജ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഈ മുഴുവൻ ആംഗിൾ ആണ്, ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന മുഴുവൻ ആംഗിൾ ആണ്, അത് 60 ഡിഗ്രിയാണ്. യെസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ. ഈ രണ്ട് ബോട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കൊന്ന് പേര് കൊടുക്കാം. സപ്പോസ് ഇത് എ, ബി, സി, ഡി എന്നിങ്ങനെ പേര് കൊടുക്കാം. എക്സാമിന് ഇങ്ങനെ പേരൊന്നും കൊടുക്കാനായിട്ട് നിൽക്കരുത്. ജസ്റ്റ് റഫ് ഫിഗർ വരച്ചാലും നമുക്ക് തെറ്റത്തില്ല. പേരൊന്നും കൊടുത്ത് നമ്മൾ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. എക്സാമിന് പെട്ടെന്ന് ചെയ്യണം. ഇതൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തൽക്കാലം പേരൊന്നും കൊടുക്കുന്നില്ല. പേര് കൊടുത്ത് തന്നെ പോവാം. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് നമുക്ക് എച്ച് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് തൽക്കാലം എക്സ് ആയിട്ട് എടുക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. കാരണം ഈ രണ്ട് ബോട്ടുകൾ തമ്മിലുള്ള അകലം 300 മീറ്റേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇതിനെ 300 മീറ്റർ ആയിട്ട് എടുക്കാം. അപ്പൊ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഈ ആംഗിൾ ഇവിടെ ഞാനൊരു ഇ എന്ന് കൊടുക്കാം. ഇ ഡി ബി എന്ന് പറയുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇ ഡി ബി 60 ഡിഗ്രി ആണെങ്കിൽ ഡി ബി എ എന്ന് പറയുന്നത് ഈ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. കാരണം എ സിയും ഡി ഇയും പാരലൽ ലൈൻസ് ആണ്. ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത ഒരു ലൈനാണ് ഡി ബി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രണ്ട് ആംഗിൾ, ഇ ഡി ബി എന്ന് പറയുന്ന ആംഗിളും ഇ ബി എ എന്ന് പറയുന്ന ആംഗിളും പരസ്പരം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഈ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി ആയിട്ട് എടുക്കാം. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ ഇതാണ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം റൈറ്റ് ട്രയാങ്കിൾ ബി എ ഡി കൺസിഡർ ചെയ്യാം. ബി എ ഡി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. കൺസിഡർ ട്രയാങ്കിൾ ബി എ ഡി. ട്രയാങ്കിൾ ബി എ ഡി ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ, അത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് ടാൻ 60യുടെ വാല്യൂ എന്താ പറയാ, ടാൻ 60 ഈസ് ഈക്വൽ ടു എന്താണ്, ടാൻ 60 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ എ ഡി, അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എ ബി. അപ്പൊ എ ഡി ബൈ എ ബി ആണ് ടാൻ 60 വരുന്നത്. അവിടുന്ന് നമുക്ക് എ ബിയുടെ ഇക്വേഷൻ എന്താക്കി എഴുതാം, യെസ്, അവിടെ നിന്ന് നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, എ ബി ഈസ് ഈക്വൽ ടു എ ഡി ബൈ ടാൻ 60 എന്ന് എഴുതാം. എ ഡി ബൈ ടാൻ 60. ടാൻ 60യുടെ വാല്യൂ തന്നിരിക്കേണ്ട ആവശ്യമില്ല, കാരണം 60, 30, 45 തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആംഗിൾസിന്റെ സൈൻ, കോസ് ആൻഡ് ടാൻ വാല്യൂസ്, അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻസിന്റെയും വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ടാൻ 60യുടെ വാല്യൂ വരുന്നത് √3 ആണ്. എ ഡി എന്ന് പറയുന്നത് എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു, ആ ഡിസ്റ്റൻസ് എ ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, ആ ഡിസ്റ്റൻസ് എ ബിക്ക് പകരം നമുക്ക് എക്സ് എന്ന് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ √3 എന്ന് വരുമല്ലോ. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എച്ച് ബൈ √3 ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ഇരിക്കട്ടെ. ഇനി ഞാൻ രണ്ടാമത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, ട്രയാങ്കിൾ സി എ ഡി. സി എ ഡി എന്ന് പറയുന്ന ആ ഒരു ലാർജ് റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ സി എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഈ ആംഗിൾ എത്രയായിരിക്കും, അത് 30 ആയിരിക്കും. അവിടെ കാരണം ആൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ടാണ്. ഏതൊക്കെ, എ ഡിയും എ സിയും പാരലൽ ആണ്. ഡി സി എന്ന് പറയുന്ന ലൈൻ ആ പാരലൽ ലൈനിനെ കട്ട് ചെയ്യുന്ന ഒരു സ്ലാൻഡഡ് ലൈൻ ആണ്. അതുകൊണ്ട് ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ ഞാൻ 30 ആയിട്ട് എടുക്കുകയാണ്. അതും 30 ആയിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് യെസ്, ടാൻ 30 ഈസ് ഈക്വൽ ടു എന്ത് വരും, നേരത്തെ ടാൻ 60 കണ്ടുപിടിച്ചു, ഇനി ടാൻ 30 കണ്ടുപിടിക്കാം. ടാൻ 30 ഈസ് ഈക്വൽ ടു എച്ച് ബൈ, ഓപ്പോസിറ്റ് സൈഡ് എച്ച് തന്നെയാണ്. ഇനി അഡ്ജസെന്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് പ്ലസ് 300 എന്ന് വരും. ഓക്കെ, അതായത് എ ബി പ്ലസ് ബി സി ആണ്. എക്സ് പ്ലസ് 300 എന്ന് വരും ആ വാല്യൂ. ഓക്കെ, അപ്പൊ എക്സ് പ്ലസ് 300 ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 300 ഈസ് ഈക്വൽ ടു എച്ച് ബൈ ടാൻ 30 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, എച്ച് ബൈ ടാൻ 30. അങ്ങനെയാണെങ്കിൽ ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. അപ്പോ 1/√3യുടെ √3 അങ്ങ് മോളിൽ പോകുമ്പോഴത്തേക്ക് എക്സ് പ്ലസ് 300 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, എക്സ് പ്ലസ് 300 ഈസ് ഈക്വൽ ടു √3h എന്ന് വരും. ഓക്കെ, എക്സ് പ്ലസ് 300 ഈസ് ഈക്വൽ ടു √3h. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അതിനാണ് ഇക്വേഷൻ 2 കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു മുകളിലത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ അവർ പറഞ്ഞിട്ടുണ്ട് ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതായത് രണ്ട് ബോട്ടുകൾ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 300 മീറ്റർ ആണ്. 300 മീറ്റർ എന്ന് പറയുമ്പോൾ അത് എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ നിന്ന് എ ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കുറച്ചാലാണ് 300 മീറ്റർ കിട്ടുക. ഓക്കെ, എ സി നമുക്കിപ്പോ അറിയാം എത്രയാണെന്ന്, എക്സ് പ്ലസ് 300 ആണ്, അത് √3h ആണ്. അതുപോലെ എ ബിയും നമുക്കറിയാം, എ ബി ഇസ് ഈക്വൽ ടു എച്ച് ബൈ √3 ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താ എഴുതാം, യെസ്. ഓക്കെ, ഇനി ബാക്കി തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്താ എഴുതാൻ പറ്റുക, എച്ച് ബൈ √3 ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, നമുക്ക് എച്ച് √3 മൈനസ് 300 എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി ഇതിനെ അങ്ങ് സിംപ്ലിഫൈ ചെയ്താൽ മതി. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എച്ച് ഇസ് ഈക്വൽ ടു, ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 3h മൈനസ് √3 ഇൻറ്റു 3, √3 3 ആയി, 3h മൈനസ് 300 √3 എന്ന് വരും. ഓക്കെ, ഇവിടെ നിന്ന് എച്ചിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ 2h ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, 2h ഇസ് ഈക്വൽ ടു 300 √3 എന്ന് വരും. ഓർ h ഇസ് ഈക്വൽ ടു 300 √3 ബൈ 2 എന്ന് വരും. ഓക്കെ, ഇതൊന്നും ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് ഇത് 150 എന്ന് വരും. അപ്പൊ h ഇസ് ഈക്വൽ ടു 150 ഇൻറ്റു √3 എന്ന് ആൻസർ വരും. ഓക്കെ, h ഇസ് ഈക്വൽ ടു 150 √3. ഈ 150 √3 √3യുടെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 1.713 അങ്ങനെ ആണ് പോകുന്നത്. ഓക്കെ, അപ്പൊ 1.7 നമുക്ക് ഏകദേശം ഒരു ഡെസിമൽ ഒക്കെ എടുത്താൽ മതി. ഓക്കെ, ഒരു ഡെസിമൽ എടുക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഇത് ഏകദേശം 2 അടുത്ത വാല്യൂ ആണ്. ഓക്കെ, എന്നാൽ 2 എത്തത്തുമില്ല. √3യുടെ വാല്യൂ ഏകദേശം 1.7 റേഞ്ചിലാണ് കിടക്കുന്നത്. അത് 2 അടുത്ത വാല്യൂ ആണ്, പക്ഷേ 2ലേക്ക് എത്തുന്നുമില്ല. അതായത് 150യുടെ ഇരട്ടിയേക്കാൾ കുറച്ച് കുറവായിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ആ ആൻസർ നമുക്ക് ഓപ്ഷനിൽ നോക്കാം. ഓപ്ഷനിൽ നോക്കുമ്പോൾ 150യുടെ ഇരട്ടി എന്ന് പറയുമ്പോൾ 300, അത് 2 അല്ല, 150യുടെ ഇരട്ടി അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂ, അതിനേക്കാൾ കുറഞ്ഞൊരു വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഇവിടെ ഓപ്ഷൻ ബി ആയിരിക്കണം. ഓക്കെ.
200 വരെ അതെന്തായാലും കുറയത്തില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്തെന്ന് കിട്ടും? നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ ആൻസർ കണ്ടുപിടിക്കാം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 259.8 മീറ്റർ ആണ്. അപ്പൊ ഓപ്ഷൻസ് കൂടെ നമ്മളൊന്ന് നോക്കുക. കാരണം ഓപ്ഷൻസ് വെച്ചിട്ട് വേണം, ഓപ്ഷൻസ് നോക്കി വേണം നമുക്ക് അപ്രോക്സിമേഷൻ നടത്താനായിട്ട്. ഇപ്പൊ ചിലപ്പോ ഇവിടെ ഇതിന് പകരം ഈ ഓപ്ഷൻസിൽ ഒരു 259.8, 262, 254 എന്നൊക്കെ പറഞ്ഞാണ് ഓപ്ഷൻ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വാല്യൂ ഇട്ട് ചെയ്യേണ്ടി വന്നേനെ. √3 വാല്യൂ നമുക്ക് കൊടുക്കേണ്ടി വന്നേനെ. പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്റ്റൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് വരിക. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് വന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. A child standing 70 meters away from the foot of a tower sees the top of a tower at an angle of elevation 40 degree. അപ്പൊ ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫിഗർ ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഫിഗറിന്റെയൊക്കെ ആവശ്യമില്ലാതെ തന്നെ ചില ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ചില ക്വസ്റ്റ്യൻസിന് ഫിഗർ നെസസറി ആണ്. ഒരു റഫ് ഫിഗർ വരയ്ക്കുക, അതിന് ഒരുപാട് സമയമൊന്നും കളയരുത്. അപ്പൊ ഇതാണ് ആ ടവർ എന്ന് വിചാരിക്കുക. ആ ടവറിൽ നിന്ന് 70 മീറ്റർ അകലെ നിൽക്കുന്ന കുട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് ആ കുട്ടിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. കുട്ടി ഇവിടെയാണ് നിൽക്കുന്നത്, 70 മീറ്റർ. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ കുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആള് നിൽക്കുന്നു, ആളെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരും. അപ്പൊ ആളുടെ ഹൈറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഹൈറ്റും കൂടെ വരയ്ക്കണം. ഇവിടെ കുട്ടിയുടെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ല. സ്പെസിഫൈ ചെയ്യാത്തിടത്തോളം ആ ഒരു ഹൈറ്റ് നെഗ്ലക്ട് ചെയ്യണം എന്നവർ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഹൈറ്റ് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന ആംഗിൾ, അതായത് ഈ ടവറിന്റെ ടോപ്പ്, ഈ കുട്ടി കാണുന്ന ആംഗിൾ നമുക്ക് ഫ്ലോറിൽ നിന്ന് തന്നെ വരച്ചു തുടങ്ങാം. കുട്ടിയുടെ ഹൈറ്റ് നമ്മൾ അവിടെ തൽക്കാലം നെഗ്ലക്ട് ചെയ്യുന്നു. ആ ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രിയാണ്. ഓക്കെ, 40 ഡിഗ്രിയാണ്. ഈ ടവറിന്റെ ഹൈറ്റ് നമുക്ക് h എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ വാല്യൂ ഓഫ് ടാൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ടാൻ എക്സിന്റെ വാല്യൂ എക്സ് ആണ്. സോറി, ടാൻ 70യുടെ വാല്യൂ എക്സ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ടാൻ 70 അല്ല 40, ടാൻ 40 ഡിഗ്രിയുടെ വാല്യൂ എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടവറിന്റെ ഹൈറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഹൈറ്റ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ തന്നിരിക്കുന്ന ഡിസ്റ്റൻസിനെ ടാൻ ഏതാണോ ആ ആംഗിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന ആംഗിളിന്റെ ടാൻ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് അതിന്റെ തിയറി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റും അഡ്ജസന്റും ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഒരു സ്റ്റെപ്പ് കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താം. ഓക്കെ, കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ എന്താണ്? ടാൻ 40 ഈസ് ഈക്വൽ ടു, ഞാൻ അതുപോലെ സ്റ്റെപ്പ് ആസ് ഇറ്റ് ഈസ് അത് ഫോളോ ചെയ്ത് പോവാം. ടാൻ 40 ഈസ് ഈക്വൽ ടു, അപ്പൊ എന്താ വരും? ടാൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, അത് h ആണ്. അപ്പൊ h ബൈ അഡ്ജസന്റ് സൈഡ് 70 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ h ഈസ് ഈക്വൽ ടു എത്രയാണ്? h ഈസ് ഈക്വൽ ടു 70 ടാൻ 40. ടാൻ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ h ഈസ് ഈക്വൽ ടു 70x മീറ്റർ. അതാണ് നമ്മുടെ ആൻസർ. ആ ഒരു ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 70x മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്, a boy standing on the bank of a river sees the top of a tree on the other side at an angle of elevation 60 degree. Stepping 10 meters back, he sees the top at an angle of elevation 30 degree. The boy is 1.5 meter tall. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ മറ്റൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആ കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹൈറ്റ് നെഗ്ലക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ ഹൈറ്റും കൂടെ ചേർത്ത് വേണം നമ്മുടെ ഫിഗർ വരയ്ക്കാൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഫിഗർ കമ്പൾസറി ആണ്. ഫിഗർ ഇല്ലെങ്കിൽ ഒരുപക്ഷെ തെറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ റെസ്പെക്റ്റീവ്ലി. രണ്ടും കണ്ടുപിടിക്കണം. റിവറിന്റെ വിഡ്ത്തും ട്രീയുടെ ഹൈറ്റും കണ്ടുപിടിക്കണമെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഫിഗർ വരച്ചു നോക്കിയാലോ. ആദ്യം
നമുക്ക് ആ ട്രീ വരയ്ക്കാം. ട്രീ ആ ഒരു റിവറിന്റെ അതർ സൈഡ്. അപ്പൊ ഇതാണ് ട്രീ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് റിവർ. ഇത്രയാണ് റിവറിന്റെ വിഡ്ത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ നിന്നിട്ട് ആ കുട്ടി നോക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ ഹൈറ്റ് എന്ന് വിചാരിച്ചോളൂ. അപ്പോ ആ കുട്ടി നോക്കുമ്പോ ആ റെഫറൻസ് ലൈൻ എങ്ങനെയാണ്? ആ കുട്ടിയുടെ പൊക്കത്തിനും കുറച്ച് ഇവിടെ ആയിട്ട് വരയ്ക്കണം. അപ്പൊ ഇതാണ് റെഫറൻസ് ലൈൻ. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ചെറിയ ഹൈറ്റ് 1.5 മീറ്റർ ആണ്. ഇവിടെ നിന്നിട്ട് ആ കുട്ടി നോക്കുകയാണ്. ഓക്കെ, ആ കുട്ടി ഇവിടെ നിന്ന് നോക്കുമ്പോ ഈ ആംഗിൾ, ഈ ടോപ്പ് കാണാൻ പറ്റുന്നത് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 60 ഡിഗ്രി. ഇവിടെ ആംഗിൾ ഓഫ് എലിവേഷന്റെ കണക്കാണ്. ഓക്കെ, ഇനി ആ കുട്ടി 10 മീറ്റേഴ്സ് പുറകിലേക്ക് നടക്കുന്നു. ഒരു 10 മീറ്റർ ആ കുട്ടി പുറകിലേക്ക് നടക്കുന്നു, ലൈക്ക് ദിസ്. ഓക്കെ, ഇത് അപ്പോ 10 മീറ്റർ പുറകിലേക്ക് നടന്നിട്ട്, അപ്പോ ആ റെഫറൻസ് ലൈനിനൊന്നും മാറ്റമില്ല, കുട്ടിയുടെ ഹൈറ്റിനോ ഒന്നും മാറ്റമില്ല. ഇങ്ങനെ തന്നെ വരയ്ക്കാം. ഇത് കുട്ടിയുടെ ഹൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കുമ്പോ അതേ ട്രീ ആ കുട്ടി കാണുന്നത് 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ്. അപ്പൊ ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഒരു ആംഗിൾ എത്ര വരയ്ക്കണം? 30 ഡിഗ്രി. ഓക്കെ, അപ്പോ 10 മീറ്റർ ആണ് ഇത്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റിവറിന്റെ വിഡ്ത് ആണ്. അത് നമുക്ക് തൽക്കാലം എക്സ് എന്ന് പറയാം. ഈ ഒരു ഡിസ്റ്റൻസ് 1.5 മീറ്റർ ആണ്. അത് കുട്ടിയുടെ ഹൈറ്റ് ആണ്. ഈ ഒരു ഹൈറ്റിനെ നമുക്ക് തൽക്കാലം എച്ച് എന്ന് കണ്ടുപിടിക്കാം. ആ എച്ച് അല്ല നമ്മുടെ ട്രീയുടെ ഹൈറ്റ്. അത് മനസ്സിൽ എപ്പോഴും ഓർമ്മ വേണം. എച്ച് കണ്ടുപിടിച്ചാൽ ട്രീയുടെ ഹൈറ്റ് ആവത്തില്ല. എച്ചിന്റെ കൂടെ ഈ കുട്ടിയുടെ ഹൈറ്റ് 1.5 സെന്റിമീറ്റർ കൂടെ 1.5 മീറ്ററും കൂടെ കൂട്ടിയാലേ നമുക്ക് അതിന്റെ ഹൈറ്റ് ആവും. ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പൊ കുറച്ച് ഒന്ന് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതിന്റെ പേര് കൊടുക്കാം. എ ബി സി ഡി ഇങ്ങനെ പേരും കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഏകദേശ ഫിഗർ. ഓക്കെ, ഇനി ഓരോന്നായിട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുന്ന സമയത്ത് tan 60 is equal to h/x എന്ന് വരും. ഇനി പെട്ടെന്ന് പറഞ്ഞു പോവാലോ. tan 60 is equal to 60 ഡിഗ്രി is equal to h/x. ഇനി tan 60 ഒന്നും എഴുതാനായിട്ട് നിൽക്കരുത്. ഡയറക്റ്റ് ആയിട്ട് tan 60യുടെ വാല്യൂ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് tan 60യുടെ വാല്യൂ കൊടുക്കുമ്പോൾ അത് √3 ആണ്. അപ്പൊ √3 is equal to h/x or h is equal to √3x. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് രണ്ടാമത്തെ എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താലോ. എ ബി ഡി എന്ന് പറയുന്ന ഈ ലാർജ് ട്രയാങ്കിൾ, അതായത് 30 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ വരുന്ന ആ ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇവിടെയും നേരത്തെ പോലെ തന്നെയാണ്. tan 30 is equal to എന്തെന്ന് വരും? tan 30 ഡിഗ്രി is equal to മുകളിൽ h തന്നെയാണ്, h/. താഴത്തത് എക്സിന്റെ കൂടെ ഒരു 10 മീറ്റർ കൂടെ ആഡ് ആയിട്ട് വരും. കാരണം കുട്ടി 10 സെന്റിമീറ്റർ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. അപ്പൊ എക്സ് പ്ലസ് 10. ഓക്കെ, എക്സ് പ്ലസ് 10 എന്ന് വരും. യെസ്, അപ്പൊ tan 30 is equal to h/x plus 10 എന്ന് വരുന്നു. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് tan 30യുടെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് എച്ചിന്റെ ഇക്വേഷൻ ഈ ഡയറക്റ്റ് എഴുതുകയാണ്. വിച്ച് ഇംപ്ലൈസ് h is equal to എന്താണ്? x plus 10 by √3. കാരണം tan 60യുടെ വാല്യൂ എത്രയാണ്? 1/√3 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അത് 1/√3 എഴുതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ആൻസർ x plus 10/√3 എന്ന് കിട്ടും. അപ്പൊ ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി വെക്കാം. അപ്പൊ ഇത് രണ്ട് വെച്ചാണ്. ഒന്ന് ഇക്വേഷൻ 1 എടുത്താലും ഇക്വേഷൻ 2 എടുത്താലും അതിന്റെ LHS ഈക്വൽ ആണ്. RHS മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ LHS ഈക്വൽ ആണെങ്കിൽ നമുക്ക് അതിന്റെ RHS എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് √3x is equal to, അതാണ് ആദ്യത്തെ ഇതിന്റെ RHS. രണ്ടാമത്തെ RHS എന്താണ്? x plus 10/√3 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഈ √3 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. √3 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് √3 into √3 is equal to ഇപ്പുറത്ത് x plus 10 മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ √3 into √3 എന്ന് പറയുന്നത് 3x is equal to x plus 10. അപ്പൊ ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് വിച്ച് ഇംപ്ലൈസ് 2x is equal to 10. അതായത് x is equal to എന്തെന്ന് വരും? 5 മീറ്റർ. ഓക്കെ, x is equal to റിവറിന്റെ വിഡ്ത് ആണ്, അത് 5 മീറ്റർ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് നിൽക്കരുത്, നമ്മൾ ഓപ്ഷനിലേക്ക് പോകണം. ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് 5 മീറ്റർ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എയോ ബിയോ ആയിരിക്കും. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ അത് എടുത്തിട്ട് കൊടുത്താൽ മതി.
എച്ചിന്റെ വാല്യൂ എടുത്തിട്ട് കൊടുത്തിട്ട് ഈ രണ്ട് ഓപ്ഷനിലും നമുക്ക് ടവറിന്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ 15 മീറ്ററും സെക്കൻഡ് വൺ 10.16 മീറ്ററുമാണ്. അപ്പൊ ഏതായിരിക്കും ഏകദേശം ശരി എന്ന് നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യണം. എന്തായാലും tan 30 ആണ്. അപ്പൊ √3 റേഞ്ചിലായിരിക്കും വരുന്നത്. √3 റേഞ്ചിൽ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതൊരു പൂർണ്ണസംഖ്യ കിട്ടണമെന്നില്ല. അതിൽ എന്തായാലും ഡെസിമൽസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതനുസരിച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ഈ ഹൈറ്റ് ചെയ്യുന്നത് എച്ച് പ്ലസ്, നമുക്കിവിടെ ഹൈറ്റ് ഓഫ് ട്രീ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ട്രീ കണ്ടുപിടിക്കാനായിട്ട് എച്ച് പ്ലസ് 1.5 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ എച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇവിടെ എക്സ് നമുക്ക് കിട്ടിയല്ലോ ഈ ഇക്വേഷനിൽ. അപ്പോ എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, 5√3. അത് ഇക്വേഷൻ 1 നിന്നാണ് കിട്ടിയത്. ഇക്വേഷൻ 1 നിന്ന് നമ്മൾ ഡയറക്റ്റ് എഴുതിയ കാര്യമാണ്. യെസ്, ഇക്വേഷൻ 1 നിന്ന് ഡയറക്റ്റ് എഴുതിയ കാര്യമാണ് എച്ച് ഈസ് ഈക്വൽ ടു 5√3. അപ്പൊ 5√3യുടെ കൂടെ എന്ത്, ഒരു 1.5 കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. എഗെയിൻ നമ്മൾ √3 ഈസ് ഈക്വൽ ടു 1.732 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, അതായത് 2ലേക്ക് എത്തിയിട്ടില്ല. അപ്പോ ഈ 5√3 എന്ന് പറയുന്നത് 10നോട് അടുത്ത എന്നാൽ 10 അല്ലാത്തൊരു വാല്യൂ ആയിരിക്കും. 10നോട് അടുത്ത എന്ന് പറയുമ്പോഴത്തേക്ക് 8 പോയിന്റ് സംതിങ് റേഞ്ചിൽ വരുന്ന വാല്യൂ ആയിരിക്കും 5√3 എന്ന് പറയുന്നത്. ആ വാല്യൂന്റെ കൂടെ 1.5 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 10 പോയിന്റ് സംതിങ് വരുന്ന ഒരു വാല്യൂ ആയിരിക്കും കിട്ടുക. ക്ലിയർ ആയല്ലോ? അതായത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കരുത്, ഇങ്ങനെ വേണം ആലോചിച്ചെടുക്കാനായിട്ട്. ഒന്നും കൂടെ √3 ഈസ് ഈക്വൽ ടു നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത് 10 പോയിന്റ് സംതിങ് ആ ഒരു റേഞ്ചിൽ വരുന്ന വാല്യൂ തന്നെയായിരിക്കും. അപ്പൊ ഇതിനി ഇത് ചെയ്യാനായിട്ട് നിൽക്കരുത്, സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നിൽക്കരുത്. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ആൻസർ ഈസ് ഈക്വൽ ടു 5 മീറ്റർ. റിവറിന്റെ വിട്ട് 5 മീറ്ററും അതുപോലെ ആ മരത്തിന്റെ ട്രീയുടെ ഹൈറ്റ് 10.16 മീറ്ററുമാണ്. അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. A man standing on the top of a lighthouse sees a ship. Sorry.
A man standing on the top of a lighthouse sees a ship approaching the seashore at an angle of depression 22 degree. അപ്പൊ ഇവിടെ വേറൊരു ആംഗിൾ ആണ് തന്നിരിക്കുന്നത് 22 ഡിഗ്രി. നമ്മുടെ ജനറൽ ആംഗിൾസ് പോലെയല്ല, മറ്റൊരു ആംഗിൾ ആണ് തന്നിരിക്കുന്നത്. Just a second. Okay. After the ship has traveled 100 meters closer to the shore, the angle of depression becomes 31 degree. The ship then stops. അപ്പോൾ അവിടെ വെച്ച് 31 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആവുന്ന സമയത്ത് ആ ഷിപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഷിപ്പ് ഫ്രം ദ ലൈറ്റ് ഹൗസ് വെൻ ഇറ്റ് സ്റ്റോപ്പ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് ഹൗസ്. ഇവിടെയും നമ്മൾ ആ ഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഷിപ്പും ലൈറ്റ് ഹൗസും തമ്മിലുള്ള അകലവും അതോടൊപ്പം ഹൈറ്റ് ഓഫ് ദ ലൈറ്റ് ഹൗസ്, ആ ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ ടാൻ 22യുടെ വാല്യൂ ടാൻ 31ന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. അപ് ടു 1 ഡെസിമൽ വരെ അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ വീണ്ടും നമുക്കൊരു ചെറിയ ഫിഗറിന്റെ ആവശ്യമുണ്ട്. ഇവിടെ ലൈറ്റ് ഹൗസ് ആണ്. ഇവിടെ ആളുടെ ഹൈറ്റ് ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് നമുക്ക് അത്രയും കോംപ്ലിക്കേഷൻ ഒഴിവാക്കാം. ലൈറ്റ് ഹൗസ് ഞാൻ ഇങ്ങനെ വരയ്ക്കാം. ഇത് ലൈറ്റ് ഹൗസ് ആണെന്ന് വിചാരിക്കാം. ലൈറ്റ് ഹൗസ് ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ, ആ ഒരു റെഫറൻസ് ലൈന്. അപ്പോ ഇത് നമ്മുടെ സീ ലെവൽ. ഓക്കെ, അപ്പൊ ആദ്യം ആ ഷിപ്പിനെ കാണുന്നത് 22 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണ്. അപ്പോൾ ആദ്യം ഞാൻ ആ ഷിപ്പിനെ അങ്ങനെ വരയ്ക്കാം. ഏകദേശം 22 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ കിട്ടുന്നത് ഇത് 22 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ഇനി ആ ഷിപ്പ്, അതേ ഷിപ്പ് ഒരു 100 മീറ്റർ കൂടെ അടുത്തേക്ക് വന്നു. 100 മീറ്റർ കൂടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അതേ ഷിപ്പ് തന്നെ ഏകദേശം ഒരു 31 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷനിൽ കാണുകയാണ്. സോ ഈ വാല്യൂ ഇസ് ഈക്വൽ ടു 31 ഡിഗ്രി. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 100 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള നേരത്തെ ചെയ്ത ക്വസ്റ്റ്യന്റെ ഏകദേശം അതേ സെയിം ടൈപ്പ് ആണ്. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസും അതുപോലെ ഈ ലൈറ്റ് ഹൗസിന്റെ ഹൈറ്റും വേണം കണ്ടുപിടിക്കാനായിട്ട്. ഇത്രയും വാല്യൂസ് ആണ് തന്നിട്ടുള്ളത്. സോ ആൾട്ടർനേറ്റ് പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ ആംഗിളിന് നമുക്ക് 31 ഡിഗ്രി എന്ന് എഴുതാം, ഈ ആംഗിളിന് നമുക്ക് 22 ഡിഗ്രി എന്ന് എഴുതാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പേര് കൊടുക്കുകയാണ്. എക്സാമിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എ, ബി, സി, ഡി. ഇവിടെ ഇ എന്നും കൂടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇനി ചെയ്തു പോവാം. ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആദ്യം ടാൻ 31, ഞാൻ ആദ്യത്തെ ട്രയാങ്കിൾ എ ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ എ ഡി ബി അത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ടാൻ 31 ഈസ് ഈക്വൽ ടു എ ഡി ബൈ എ ബി. അപ്പൊ ഈ ഹൈറ്റിനെ ഞാൻ എച്ച് എന്നും ഇതിന് ഞാൻ എക്സ് എന്നും എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എച്ചും എക്സും ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ബി അല്ലേ. അപ്പൊ എ ബി ഈസ് ഈക്വൽ ടു എ ഡി ബൈ ടാൻ 31 എന്ന് വരും. അപ്പോ എ ഡി എന്ന് പറയുന്നത് ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, അത് എച്ച് ബൈ ടാൻ 31.6 എന്ന് വരും. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. രണ്ടാമത്തെ നമുക്ക് ലാർജ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ലാർജ് ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. അപ്പോൾ ട്രയാങ്കിൾ എ ഡി സി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ എന്താണ്? എ സി അല്ലെങ്കിൽ ടാൻ 22 ഡിഗ്രി
tan 22 ഡിഗ്രി ഈസ് ഈക്വൽ ടു h ബൈ എക്സ് പ്ലസ് 100 എന്ന് വരും. എക്സ് പ്ലസ് 100 എന്ന് വരും. അപ്പോ tan 22യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോ എക്സ് ഈ ഒരു ഡിസ്റ്റൻസ് എ സി ഇസ് ഈക്വൽ ടു, അതായത് എക്സ് പ്ലസ് 100 ഇസ് ഈക്വൽ ടു എച്ച് ബൈ tan 22 ഡിഗ്രിയുടെ വാല്യൂ 0.4 ആണ്. അപ്പൊ 0.4 എന്ന് വരും. ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പോ ഇതിൽ നിന്നും ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 0.6 എന്നും രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് എച്ച് ഇസ് ഈക്വൽ ടു 0.4 ഇൻറ്റു എക്സ് പ്ലസ് 100 എന്നും നമുക്ക് രണ്ട് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷന്റെയും ആർ എച്ച് എസ് സെയിം ആയതുകൊണ്ട് നമുക്ക് 0.6x ഇസ് ഈക്വൽ ടു 0.4x പ്ലസ് 0.4 ഇൻറ്റു 100 എന്ന് കൊടുക്കാനായിട്ട് പറ്റും. 0.6 ആണ് ഇത്. അപ്പൊ ഇത് ഈ ഒരു 0.4x ഇപ്പുറത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 0.6 മൈനസ് 0.4 0.2x ഇസ് ഈക്വൽ ടു ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് 40 എന്ന് കിട്ടും. x ഇസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 0.2 ഇസ് ഈക്വൽ ടു ഇത് 400/2 ആണ്. അപ്പൊ 200 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോ 200 മീറ്റേഴ്സ് ആണ്. ഇപ്പോൾ ഈ ഷിപ്പ് ആ ഒരു ലൈറ്റ് ഹൗസിൽ നിന്നും 200 മീറ്റേഴ്സ് അകലെയാണ്. അപ്പൊ 200 മീറ്റേഴ്സ് ഉള്ള എത്ര ഓപ്ഷൻസ് ഉണ്ട്? രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ ബിയും ഉണ്ട്, ഓപ്ഷൻ ഡിയും ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ രണ്ടിന്റെയും അടുത്ത വാല്യൂ 120ഉം 110ഉം ആണ്. അപ്പൊ നിയർലി അടുത്തുള്ള വാല്യൂസ് ആണ്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ഒരു എക്സിന്റെ വാല്യൂ എടുത്ത് എന്തിലിട്ട് കൊടുക്കുക? ഹൈറ്റിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് വീണ്ടും എഴുതാം. h ഇസ് ഈക്വൽ ടു 0.6x ആണ്. അപ്പോ എക്സിന് പകരം നമുക്ക് 200 കൊടുക്കാം. അപ്പോ h ഇസ് ഈക്വൽ ടു 0.6 ഇൻറ്റു 200. അപ്പോ 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് 1.2. ഇനി ഡെസിമൽസ് എല്ലാം മാറ്റി വരുമ്പോഴത്തേക്ക് 120 മീറ്റർ എന്ന് വരും. അപ്പോ ഹൈറ്റ് എന്ന് പറയുന്നത് 120 മീറ്റർ. അതുപോലെ ഇപ്പോ ഷിപ്പ് ആ ഒരു ലൈറ്റ് ഹൗസിൽ നിന്നും 200 മീറ്റേഴ്സ് അകലെയാണ്. അപ്പോ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. A tower is built in a river that is 80 meters wide. റിവറിന്റെ വിട്ടാണ് 80 meters. One observe the top of the tower from either banks at an angle of elevation 55 degree and 65 degree respectively. Find the height of the tower. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഓൾറെഡി ഇവിടെ നമുക്കൊരു റിവർ ഉണ്ട്. ഈ റിവറിലാണ് നമ്മൾ ആ ടവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് ആ റിവറിന്റെ ബേസ് ആയിട്ട്, ആ റിവറിന്റെ വിട്ടായിട്ട് നമുക്ക് ഇത് എടുക്കാം, ഈ ഒരു ലൈൻ എടുക്കാം. അപ്പൊ ഇത് ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 80 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിലാണ് ആ ടവർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. യെസ്, അപ്പൊ ഇതാണ് ആ ടവർ എന്ന് വിചാരിക്കുക. അപ്പൊ ഒരാള് ഈ റിവറിന്റെ രണ്ട് സൈഡിൽ നിന്നും, അപ്പൊ ഈ എഡ്ജിനെ എ എന്നും ഇതിനെ ബി എന്നും ഈ എഡ്ജിനെ സി എന്നും ഞാൻ മാർക്ക് ചെയ്യാം. എ എന്ന് പറയുന്ന എഡ്ജിൽ നിന്ന് ഒരാള് ഇതിനെ ഈ സെയിം ടവറിനെ തന്നെ ഏകദേശം 65 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുകയാണ്. അതുപോലെ തൊട്ടിപ്പുറത്തെ എഡ്ജിൽ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ആംഗിൾ ഓഫ് എലിവേഷൻ 55 ഡിഗ്രി ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഈ ഒരു ആംഗിൾ 55 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിന്റെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ടവറിന്റെ ഹൈറ്റ് നമുക്ക് തൽക്കാലം എച്ചായിട്ട് എടുക്കാം. ഇനി ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഈ ഒരു സെന്ററിന് ഞാൻ ഇപ്പൊ ഡി എന്ന് മാർക്ക് ചെയ്യാം. എ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഞാൻ എക്സ് ആയിട്ട് എടുത്താൽ ഡി ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 80 മൈനസ് എക്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അതിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗറിൽ നിന്ന് സി ഡി എന്ന് പറയുന്ന ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. സി ഡി ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? അപ്പൊ സി ഡി ഇസ് ഈക്വൽ ടു ഹൈറ്റ് ആണ്. ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസിനെ ടാൻ തീറ്റ കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. ഇത് ഡി ആണ്. ഡിസ്റ്റൻസിനെ ടാൻ തീറ്റ കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 80 മൈനസ് എക്സ്, യെസ്, എക്സ് ഫസ്റ്റ് ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ എക്സിനെ ടാൻ തീറ്റ 65 ഡിഗ്രി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ എക്സ് ടാൻ 65, അതായത്
2.1x എന്ന് വരും സി ഡി. അതാണ് ഇവിടുത്തെ എച്ച്. ഓക്കെ, ഹൈറ്റിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതേ ഫിഗറിൽ നിന്ന് തന്നെ ഹൈറ്റിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ, ഇതേ സി ഡി എച്ച് ഈസ് ഈക്വൽ ടു ഇപ്പുറത്തെ ട്രയാങ്കിൾ എ ബി, സോറി ഇത് സി ആണ്, സി. അപ്പൊ ഇതേ ട്രയാങ്കിളിന്റെ അതർ സൈഡ് ബി സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ഡിസ്റ്റൻസിന്റെ ഇവിടെ ഡിസ്റ്റൻസ് 80 മൈനസ് എക്സ് ആണ്. അപ്പൊ 80 മൈനസ് 6 ഇൻറ്റു ടാൻ 55. ടാൻ 55 ഞാൻ ഇനി എഴുതുന്നില്ല, ടാൻ 55 പകരം 1.4 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ രണ്ടും എച്ച് ആണ്. അപ്പൊ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ സോൾവ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ 2.1 എക്സ് ഇസ് ഈക്വൽ ടു, രണ്ടാമത്തത് 80 മൈനസ് എക്സ് ഇൻറ്റു 1.4. അപ്പൊ 1.4 അകത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 1.4 അകത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 14 ഇൻറ്റു 8, 14 ഇൻറ്റു 8 എന്ന് പറയുന്നത് 112 ആണ്. അപ്പം 80 ഇൻറ്റു 1.4 എന്ന് പറയുന്നത് അത് തന്നെ കിട്ടും, 112 എന്ന് തന്നെ. അപ്പൊ 2.1 എക്സ് ഇസ് ഈക്വൽ ടു 112 മൈനസ് 1.4 എക്സ് എന്ന് വരും. ഈ 1.4 എക്സ് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 2.1 മൈനസ് 1.4, 2.1 മൈനസ് 1.4 ചെയ്യുന്ന സമയത്ത് 0.7 എന്നാ വരിക. അപ്പം 0.7 എക്സ് ഇസ് ഈക്വൽ ടു 112 എന്ന് കിട്ടും. എക്സ് ഇസ് ഈക്വൽ ടു 112 ഡിവൈഡഡ് ബൈ 0.7. 11 ഇത് ഏകദേശം 1120 ഡിവൈഡഡ് ബൈ 7 എന്ന് വരും. അപ്പൊ 112 7 ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. 112 ഡിവൈഡഡ് ബൈ 7. ഓക്കെ, 7, സോറി 6. സിക്സ്റ്റീൻ എന്ന് കിട്ടും. അപ്പൊ 160. ഓക്കെ, just a second. Just a second. ഇവിടെ വരിക, ഇത് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എക്സ് ടാൻ 65, എക്സ് ടാൻ 65 ഈസ് ഈക്വൽ ടു 80 മൈനസ് എക്സ് ടാൻ 55 എന്ന് വരും. അപ്പോ എക്സ് ടാൻ 65, യെസ്. അപ്പോൾ നമ്മൾ ഈ ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്ക് മൈനസ് ആണ് ചെയ്തത്, ആക്ച്വലി പ്ലസ് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അതാണ് വന്ന മിസ്റ്റേക്ക്. അപ്പൊ എക്സ് ടാൻ 65 പ്ലസ് എക്സ് ടാൻ 55 ഈസ് ഈക്വൽ ടു 80 എന്ന് വരും. ഓക്കെ, 80 ടാൻ 55. അപ്പോ ഇവിടെ നിന്ന് നമുക്ക് എക്സ് കോമൺ ആയിട്ട് എടുത്താൽ
എക്സ് ഇൻറ്റു ടാൻ 65 പ്ലസ് ടാൻ 55 എടുക്കാമല്ലോ, ഇസ് ഈക്വൽ ടു 80 ടാൻ 55. അപ്പൊ ഇവിടുന്ന് എക്സ് ഇസ് ഈക്വൽ ടു 80 ടാൻ 55 ഡിവൈഡഡ് ബൈ ടാൻ 65 പ്ലസ് ടാൻ 55 എന്ന് വരും. ഇനി നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 80 ഇൻറ്റു 1.4 ഡിവൈഡഡ് ബൈ 2.1 പ്ലസ് 1.4 എന്ന് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് 1.4നെ ഇവിടെ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ അടുത്ത ആൻസേഴ്സ് അല്ല, കുറച്ച് ഡിഫറൻസ് ഉള്ള ആൻസേഴ്സ് ആണ്. അതുകൊണ്ട് 1.4ന് നമുക്കൊരു ഏകദേശം ഒരു 1.5 എടുത്താലും നമുക്ക് ഏകദേശം ആൻസർ കിട്ടും. അപ്പൊ 80 ഇൻറ്റു 1.5 ഡിവൈഡഡ് ബൈ 2.1 പ്ലസ് 1.5 എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ അങ്ങനെ എടുക്കുന്ന സമയത്ത് 80 ഇൻറ്റു 1.5 15 ഇൻറ്റു 80 120 എന്ന് വരും. 120 ഡിവൈഡഡ് ബൈ 2.1 നമുക്ക് 2 എന്ന് തന്നെ എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം നമുക്ക് 3.5 ആയിട്ട് എടുക്കാം. അപ്പം 120 ഡിവൈഡഡ് ബൈ 30, അതായത് 120 35 ഡിവിസിബിൾ ആണോ? 120 35 ചെയ്യുമ്പോഴത്തേക്ക് യെസ്, ഏകദേശം ഒരു ആൻസർ 34.2 സംതിങ്. ഓക്കെ, ഈ ഒരു ആൻസർ വരും. അപ്പൊ ഇതാണ് എക്സിന്റെ വാല്യൂ, ഈ ഒരു ആൻസർ ആണ്. അപ്പൊ ഈ ഒരു വാല്യൂ എടുത്തിട്ട് നമുക്ക് ഹൈറ്റിന്റെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഹൈറ്റ് കിട്ടും. അപ്പോ ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ടാൻ 65 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പൊ എക്സിന് പകരം ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ 34.2 ഇൻറ്റു ടാൻ 65 is equal to 2.1. അപ്പോൾ ഏകദേശം 35ന്റെ ഇരട്ടി വാല്യൂ ഉള്ള ഒരു ആൻസർ ആണ് വരുന്നത്. അപ്പോൾ 35ന്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് 70, അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും. കാരണം നമ്മളിവിടെ വാല്യൂസ് കൂട്ടിയല്ലേ എടുത്തത്. അപ്പൊ 70നേക്കാളും കുറച്ച് കുറഞ്ഞൊരു വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് 68.48 ആയിരിക്കും. അപ്പൊ 68.48 ആണ് ആൻസർ. നേരത്തെ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനെ മൈനസ് ആയിരുന്നു ചെയ്തത്, പക്ഷെ നമ്മൾ പ്ലസ് ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മൈനസ് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പ്ലസ് ആയിട്ടായിരുന്നു വരേണ്ടത്. അതാണ് എക്സിന്റെ വാല്യൂ കുറച്ച് കൂടുതൽ കിട്ടിയത്. സോ ദിസ് ഇസ് ഹൗ വി ആൻസർ ഇറ്റ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് വേറൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. Two adjacent sides of a parallelogram are 20 centimeter and 10 centimeter and the angle between them is 40 degree. ഒരു പാരലോഗ്രാം വരയ്ക്കുക. ഏകദേശം അതിങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഈ പാരലോഗ്രാമിന്റെ അഡ്ജസന്റ് സൈഡ്സ് എന്ന് പറയുന്നത് ഒന്ന് 20 സെന്റിമീറ്ററും ഒന്ന് 10 സെന്റിമീറ്ററും ആണ്. അതുപോലെ ഒരു ആംഗിൾ, ഈ ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പാരലോഗ്രാമിന്റെ ഏരിയ, അപ്പോൾ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഹൈറ്റ് വേണം. അപ്പോൾ ഈ ഹൈറ്റ് എത്രയെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇവിടെ നമ്മൾ 40 അല്ലേ, അപ്പൊ നമുക്ക് സൈൻ തീറ്റയുടെ ഇക്വേഷൻ എടുക്കാം. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എച്ച് ആയിട്ട് എടുത്താൽ സൈൻ 40 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? സൈൻ 40 ഈസ് ഈക്വൽ ടു h/10 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ h is equal to 10 into sin 40. അപ്പൊ sin 40യുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.6 ആണ്. അപ്പൊ h is equal to ഏകദേശം ഒരു 60.6 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, h.
അപ്പൊ ഈ എച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പൊ ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് 20 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് 6 സെന്റിമീറ്റർ. അപ്പോ 120 സെന്റിമീറ്റർ സ്ക്വയർ. യെസ്, എ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ട്രിഗണോമെട്രിയുടെ ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ബാക്കി ഐഡന്റിറ്റീസ് വെച്ചിട്ടുള്ള പ്രോബ്ലം ടീച്ചർ ചെയ്തതുമാണ്. ഓക്കെ.